വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഏത്തക്ക സ്റ്റൂവിൻ്റെ റെസിപ്പി കാണാം. ഇപ്പോൾ ഏത്തക്ക സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് 2 മീഡിയം സൈസിലുള്ള ഏത്തപ്പഴമാണ്. ഇതേപോലെ ഒരു 4 ഇഞ്ച് വലുപ്പത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ ഗീ ചൂടാക്കാം. നെയ്യ് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് അവസാനമാണ് ഇടേണ്ടത്, പക്ഷെ നമ്മൾ ആദ്യം ചെയ്തു വെക്കുകയാണ്. നട്ട്സ് ബ്രൗൺ ആയി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മളൊന്ന് കാരമലൈസ് ചെയ്യാനായിട്ടാണ്. നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ കാരമലൈസ് ചെയ്ത് ഉണ്ടാക്കാം, കാരമലൈസ് ചെയ്യാതെ ഉണ്ടാക്കാം. അപ്പം കാരമലൈസ് ചെയ്യുന്നതാണ് ഞാൻ ഇങ്ങോട്ട് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര ഒന്ന് കരിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയൊക്കെ കാരമലൈസ്ഡ് ആയി. നമുക്കിതിലേക്ക് 2 ഏത്തയ്ക്ക തീ ലോ ഫ്ലെയിമിലാണ്. ഇതിനകത്ത് നമുക്ക് ഒരു മീഡിയം പഴുപ്പുള്ള പഴം ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത്. ഇതൊരു സിമ്പിൾ ഡിഷാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഇത് പുട്ടിനൊപ്പം സെർവ് ചെയ്യാൻ നല്ലതാണ്. കൂടാതെ നമുക്ക് 4 മണിക്കൊക്കെ ഒരു സ്നാക്കായിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. ഇങ്ങനെ കോരി കുടിക്കുന്ന പരുവത്തിന് നല്ല രുചിയാണ്. നമ്മൾ ഒഴിച്ച 2ാം പാൽ ഇട്ട് നന്നായിട്ട് തിളച്ച് ഏത്തക്കയെല്ലാം നന്നായിട്ട് വെന്തു. ഇനി നമുക്കിതിനകത്തേക്ക് 1ാം പാൽ ചേർക്കാം. ഇത് 2-3 മിനിറ്റ് സമയം എടുക്കത്തുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഒരു 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി. ഓഫ് ചെയ്യാം. നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സ് കൂടെ ചേർക്കാം. ഒരു 5 മിനിറ്റിൽ താഴെ സമയം മതി നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഈ സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന ഏത്തക്ക സ്റ്റൂ വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. മധുരം വളരെ മീഡിയം മധുരമേ ഉള്ളൂ. മധുരം കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർത്തെടുത്ത് നിങ്ങൾക്കൊരു 3-3.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. നമ്മൾ ഏത്തക്ക വഴറ്റി തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഏത്തക്ക സ്റ്റൂ എന്നുള്ളൊരു പേര്. ഈ ഒരു ഡിഷ് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പുട്ടിൻ്റെ കൂടെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, സെർവ് ചെയ്യുന്നത്. അതുകൂടാതെ നിങ്ങൾക്കിത് പ്ലെയിൻ ആയിട്ടൊരു ഡെസേർട്ടായിട്ടൊക്കെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. Thank you for watching Mahima's Cooking Class.